ആകാശത്തിൻ ശക്തി ഇളകുന്നതാൽ ഭൂവിൽ എന്തു ഭവിക്കുമെന്നോർത്തുകൊണ്ട് ജനം പേടിച്ചു നിർജീവരായിടുന്നേ. ഒരുങ്ങീടാം, ജനം പേടിച്ചു നിർജീവരായിടുന്നേ. ഒരുങ്ങീടാം. ആമേൻ. ലോകം വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്നൊരു പകൽക്കാലത്തെയാണ് നമ്മൾ കാണുന്നത്. ലോക സംഭവങ്ങൾ ആമേൻ. നമ്മളിവിടെ നമ്മുടെ രാജ്യത്തിൽ, നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിലെ കേരള സ്റ്റേറ്റിൽ ആമേൻ കാട്ടാക്കട പട്ടണത്തിൻ്റെ പ്രദേശത്താണ് നമ്മൾ പാർക്കുന്നത്. നമ്മുടെ രാജ്യത്തിൽ യുദ്ധം നടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ യുദ്ധം ഏത് നിമിഷവും ചൈനയും ഇന്ത്യയുമായിട്ട് യുദ്ധം ഉണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. ചൈനയും ഇന്ത്യയുമായിട്ട് യുദ്ധം ഉണ്ടാകാം ഏത് നിമിഷവും. എന്നാൽ യുദ്ധം ഉണ്ടായാൽ ചൈനക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കരപ്പെട്ടവരാണ് കേട്ടോ. ചൈനക്കാർ എല്ലാ തലത്തിലും അവർ മുൻപിലാണ്. സമൃദ്ധിയിലായിരുന്നാലും ആയുധബലത്തിലായിരുന്നാലും എല്ലാ തരത്തിലും എന്ന് പറഞ്ഞാൽ ദൈവികമായിട്ടല്ല, ലോകപരമായിട്ട് ലോകം സംബന്ധിച്ച് അവർ മുൻപിലാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെക്കാളും പ്രൈസ് ദി ലോർഡ് എല്ലാ തലത്തിലും അവർ ശക്തരാണ് അവർ. പ്രൈസ് ദി ലോർഡ്. അവരോട് നമ്മൾ പൊരുതാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തോറ്റുപോകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ തോറ്റുപോകാതിരിക്കേണ്ടതിന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് അവൻ്റെ ആശ്വബലത്തിൽ ആയുധബലത്തെക്കാൾ നമ്മുടെ ദൈവത്തിൻ്റെ ബലമാണ്. നമ്മുടെ കർത്താവ് നമ്മൾ ആശ്രയിക്കണമെങ്കിൽ അവൻ നമുക്ക് രാജാവായി, നമുക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി കർത്താവ്, ഇന്ത്യക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്തില്ലെങ്കിൽ, നമ്മളെ സ്റ്റേറ്റിന് വേണ്ടി നമ്മൾക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്തില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും കേട്ടോ. വമ്പൻ ശക്തികളെ ദുഷ്ടന്മാരാകുന്ന വലിയ ശക്തികളുടെ മുമ്പിൽ നമ്മൾ തോറ്റു. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. മാത്രവുമല്ല ഹല്ലേലൂയ ലോക സംഭവങ്ങൾ നോക്കിയാൽ ഇസ്രായേലും ഇസ്മായേലുമായിട്ട് യുദ്ധം നടക്കുകയാണ്. അതൊക്കെ എത്ര പേര് അറിയുന്നുണ്ട്? അറിയുന്നവരൊന്ന് കര ഉയർത്തിയാൽ എത്ര ഉണ്ടെന്ന് അറിയട്ടെ. കാര്യങ്ങളൊന്ന് ഉയർത്തി. ഹല്ലേലൂയ. ഇസ്മായേലും ഇസ്രായേലും നമ്മൾ യുദ്ധം നടക്കുകയാണ്. അതിൽ നമ്മൾ ആരാണ്? ഒന്ന് കരന്ന് പിള്ളേരൊന്ന് പറയട്ടെ, കുഞ്ഞുങ്ങളൊന്ന് പറയട്ടെ. ഇസ്മായേലും ഇസ്രായേലും നമ്മൾ യുദ്ധം നടക്കുന്നുണ്ട്. നമ്മൾ ആരാണ്? ഇസ്മായേലിയരാണോ ഇസ്രായേലിയരാണോ? യോസി പറയണ്ട, പിള്ളേര് പറയട്ടെ. അവര് ഹൃദയം എവിടെ ഇരിക്കണം നോക്കട്ടെ ഒന്ന്. ഹല്ലേലൂയ. ഇസ്മായേലും ഇസ്രായേലും തമ്മിൽ ഘോര യുദ്ധം നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അത് ആദിമ ചരിത്രം തുടങ്ങിയേ ഉള്ളതാകുന്നു. ഹല്ലേലൂയ. അതിൻ്റെ നടുവിൽ അവിടെ ആ യുദ്ധമൊക്കെ കയറി അങ്ങ് വലുതായാലുണ്ടല്ല. ഒന്നാം ലോക മഹായുദ്ധം നടന്നു. രണ്ടാം ലോക മഹായുദ്ധം നടന്നു. അതൊക്കെ ശമനം വന്നു. മൂന്നാമത് ഇപ്പോൾ ഈ യുദ്ധം എവിടെ എത്തും നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. ഒരു മൂന്നാം ലോക മഹായുദ്ധം ആയിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെയൊക്കെ അവസാനം പെട്ടെന്ന് ആവശ്യം പൊട്ടിപ്പോകും. ഹല്ലേലൂയ. നമുക്കൊന്ന് ഭൂമിയിൽ അധികം നാളൊന്നും ജീവിക്കാൻ സാധിക്കത്തില്ല. ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കത്തില്ല. യാതൊരു മരുന്നുകൾ ലഭിക്കത്തില്ല. പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഒരിടവും കൂടുവാൻ പറ്റത്തില്ല. എല്ലാം ചിതറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് യുദ്ധം മുൻപോട്ട് പോകാതിരിക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി. ഹല്ലേലൂയ. ലോകത്തിൻ്റെ അറ്റത്ത് നിന്ന് യുദ്ധം നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്മായേലും ഇസ്രായേലും നമ്മളെ യുദ്ധം തുടങ്ങിയിട്ട് 1.5 വർഷത്തോളമായി ഇപ്പോഴത്തെ യുദ്ധം നടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാൻ വേണ്ടി ഒരുപാട് നീണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ഇന്നത്തെ കാഴ്ചയാലുള്ള ഇസ്രായേൽ ഹല്ലേലൂയ എന്ന് വിശ്വാസത്താലും ആത്മീക ഇസ്രായേലായി തീരുന്നുവോ അന്ന് വൻ ജയമാണ് കേട്ടോ. നമുക്ക് അതുവരെ വലിയ പരാജയവും ജയവുമായിട്ട് ഇങ്ങനെ നിൽക്കും. എന്നാൽ അശ്വബലത്തിൽ നമ്മൾ ഇന്ന് മുൻപിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും, ആയുധബലത്തിൽ മുൻപിൽ നിൽക്കുന്നു ഇസ്രായേൽ, ഭൗതിക ഇസ്രായേൽ നിൽക്കുന്നുണ്ട് എങ്കിലും ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ എന്ന് ആത്മീക ഇസ്രായേലായി തീരുമോ, എന്ന് ഞങ്ങളുടെ ദൈവമാവുന്ന കർത്താവിലേക്ക് സകലരും നമ്മുടെ ക്രിസ്തീയ വംശം മുഴുവനും ദൈവത്തിലേക്ക് എന്ന് തിരിയുമോ, നമ്മുടെ രാജാവ് നേരിട്ടിറങ്ങി നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നേരിട്ടിറങ്ങി യുദ്ധം ചെയ്യും. സൈന്യങ്ങളുടെ യഹോവ യുദ്ധവീരനാണ്. അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. നമ്മുടെ ജീവിതത്തിൽ യുദ്ധം ഉണ്ടോ ദൈവമക്കളെ? എത്ര പേർക്ക് നമ്മുടെ ജീവിതത്തിൽ യുദ്ധമുണ്ട്? നമ്മുടെ ജീവിതത്തിൽ എന്നും യുദ്ധമാണ്. ഞാൻ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ യുദ്ധമുണ്ട്.
യുദ്ധത്തിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. ആരോടാണ് നമ്മുടെ യുദ്ധം? ശത്രുവാകുന്ന സാത്താനോടുകൂടെയാണ് നമ്മുടെ യുദ്ധം. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ആമേൻ. നമുക്കെതിരെ യുദ്ധം നടക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചില ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെ വലിയ യുദ്ധത്തിലാണ് കേട്ടോ. ഞാൻ ആമേൻ സാത്താനുമായിട്ട് ചേർന്ന് വലിയ യുദ്ധത്തിലാണ്. ഹല്ലേലൂയ. ഇന്ന് പ്രത്യേകാല് ആമേൻ ഇങ്ങനെ ഒരു സന്ദേശം ദൈവം കർത്താവ് എനിക്ക് നൽകി. അതിനെ ദൈവസഭയ്ക്കകത്ത് കൈമാറേണ്ടത് ആമേൻ ഹല്ലേലൂയ വലിയൊരു ദൗത്യൻ്റെ മേൽ കിടക്കുന്നു എന്ന് ദൈവാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നടക്കുന്നതിനാൽ അനുദിനം ഞാൻ എങ്ങനെ അതിനെ പ്രസൻറ്റ് ചെയ്യും, അതിനെ എങ്ങനെ പ്രസംഗിച്ച് കേൾപ്പിച്ച് അത് പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതിനെ ഒക്കെ ആസ്പദമാക്കിക്കൊണ്ട് വലിയ യുദ്ധം നടക്കുകയാണ്. ജാജ് പറയാണ് മുൻപോട്ട് ഇടവിടത്തില്ലെന്ന്. ആമേൻ. നിന്നെ ഞാൻ അമർത്തും, തോൽപ്പിക്കുമെന്ന് പറയാണ് ദൈവം. പറയുന്നു നീ പറയണമെന്ന് പറയണം. പൗലോസിൻ്റെയോട് പലപ്പോഴും പറയാണ്. പൗലോസിൻ്റെയോട് സംസാരിച്ച് ദൈവം. ആമേൻ. പൗലോസിൻ്റെ ജീവിതത്തിൽ പൗലോസ് കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങി തിരിച്ചപ്പോൾ അവന് യഹൂദന്മാരാൽ വലിയ ഉപദ്രവം ഉണ്ടായി. അവൻ വലിയ യുദ്ധമാണ് അവൻ്റെ ജീവിതത്തിൽ. അവനെ എങ്ങനെയെങ്കിലും ഒതുക്കിക്കളയണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് പറഞ്ഞ് അവന് രാത്രി കാലത്തിൽ കർത്താവ് ഒന്ന് അവനോട് പറയും, പൗലോസ് മോനെ നീ ഒന്നും അടങ്ങിയിരിക്കരുത്. നീ പറയേണ്ടത് എല്ലായിടത്തും നീ പറയണം. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നിന്നെ തൊടുവാൻ ഒരുത്തരെയും ഞാൻ അനുവദിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. നിന്നെ നിൻ്റെക്ക് വിരോധമായി നിൽക്കുന്നതിനെ ഒന്നും തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ നമ്മുടെ യുദ്ധത്തിൽ നമ്മൾ എന്ത് ആയുധം നമ്മൾ സ്വീകരിക്കും? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ യുദ്ധത്തിൽ യുദ്ധായുധമായി ഏത് ആയുധം നമ്മൾ സ്വീകരിക്കും? ഹല്ലേലൂയ. നമുക്ക് മുൻപിലുള്ള ദൈവം ഏതായുധം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നു? ആമേൻ. നമ്മുടെ മുമ്പിൽ നമ്മുടെ കർത്താവ് വച്ചിരിക്കുന്ന ആയുധം എന്ന് പറയുന്നത് ദൈവവചനമാണ്. ദൈവിക ആയുധം, ദൈവത്തിൻ്റെ ആയുധം എന്ന് പറയുന്നത് ദൈവവചനമാണ്. ദൈവവചനമാണ് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന യുദ്ധായുധം. ഹല്ലേലൂയ. എന്നാൽ ശത്രുവാകുന്ന സാത്താൻ, ലോകത്തിൻ്റെ പ്രഭുവാകുന്ന സാത്താൻ വച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആയുധം. പ്രൈസ് ദി ലോർഡ്. വാള്, പരിച, കുന്തം, ആമേൻ ഹല്ലേലൂയ, മിസൈലുകൾ. ഇന്നത്തെ കാലത്തിൽ പുതിയ ആധുനികവൽകൃതമായ കാലത്തിൽ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈൽ, സ്ട്രാറ്റജിക് മിസൈലുകൾ, ആണവായുധങ്ങൾ, ആണവ ബോംബുകൾ ഒക്കെയും വെച്ചുകൊണ്ട് സാത്താൻ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം പറയുന്നത് പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ ആയുധം അവൻ ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചന ശക്തിയേറിയതാണ്. ഹല്ലേലൂയ. നമ്മളിവിടെ സങ്കീർത്തന പുസ്തകത്തിലൂടെ ഇപ്പോൾ സങ്കീർത്തന പുസ്തകം വായിച്ചു. ഹല്ലേലൂയ. ആമേൻ. ദൈവം പറയുന്ന കാര്യം 33 സങ്കീർത്തനം അതിൻ്റെ 16 വായിക്കുമ്പോൾ എന്താ പറയുന്നത്? ആമേൻ. അവിടെ പറയപ്പെടുന്നത് സൈന്യബഹുത്വത്തിൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബാലാധിക്യം കൊണ്ട് വീരൻ രക്ഷ പ്രാപിക്കുന്നുമില്ല. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, തൻ്റെ ബാലാധിക്യം കൊണ്ട് അത് വിടുവിക്കപ്പെടുന്നതുമില്ല. 33 സങ്കീർത്തന പുസ്തകം 33-16-17 വചനങ്ങളാകുന്നു. സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല. ഇന്ന് യുദ്ധം നടക്കുകയാണ്. ആമേൻ. ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ഇസ്രായേലരും മുഖം തുറന്നിരിക്കുകയാണ്. തങ്ങളുടെ സൈന്യങ്ങളെയൊക്കെയും വിരിച്ചിരിക്കുകയാണ്. സൈന്യങ്ങളെ നിരത്തിയിരിക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ, ഹമാസ് ഇസ്രായേൽ, ഈജിപ്റ്റ് ഇസ്രായേൽ, ഹൂതികൾ ഇസ്രായേൽ. ഹല്ലേലൂയ. ഭൂതലമാകെ സാത്താനും ദൈവവുമായിട്ടുള്ള യുദ്ധം നടക്കുന്നുണ്ട്. ആമേൻ. ഇവിടെ പറയുന്നത് സൈന്യബഹുത്വം രാജാവ് ജയം പ്രാപിക്കും. ദൈവം പറയുന്നതാണ്, ദൈവജന പ്രകാരം പറയുന്നത്. സൈന്യബഹുത്വം. ആമേൻ. ഒരു സൈന്യം ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് രാജാക്കന്മാർ അഹങ്കരിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ ഇന്ന ആയുധങ്ങളുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കുകയാണ്. സൈന്യബഹുത്വത്താൽ ആമേൻ ഹല്ലേലൂയ രാജാവ് ജയം പ്രാപിക്കുന്നില്ല. ബാലാധിക്യം കൊണ്ട് വീരൻ ജയം രക്ഷപ്പെടുന്നതുമില്ല. താൻ ഒരു യോദ്ധാവാണ്, താൻ വീരനാണ്, താൻ ഹല്ലേലൂയ ബാല്യക്കാരനാണ്, കൗമാരക്കാരനാണ്, യൗവനക്കാരനാണ്, എന്നെ തോൽപ്പിക്കാൻ ആരുമില്ലെന്നുള്ള ധിക്കാരമുണ്ടല്ലോ. ലോകത്തിൻ്റെ ധിക്കാരം, തിന്നുകുടിച്ച് ആനന്ദിച്ച അശ്വബലത്തിലുള്ള ധിക്കാരം കൊണ്ട് അവൻ രക്ഷപ്പെടുന്നില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം. ആമേൻ. പിന്നെ ഈ പറയുന്ന ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. ആമേൻ. ജയത്തിന് യുദ്ധം നടക്കുമ്പോൾ പഴയ കാലത്തിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ആയുധമാണ് കുതിര.
കുതിര ആമേൻ വാഹനമാക്കി വെച്ചിരുന്നത്. ആമേൻ കുതിര ജയത്തിന് വ്യർത്ഥം. ആമേൻ ജയത്തിന് വ്യർത്ഥം. ജയം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ആമേൻ ദൈവമാണ് യുദ്ധവീരൻ. ഹല്ലേലൂയ. തൻ്റെ ബാലാധിക്യം കൊണ്ട് വിടുവിക്കപ്പെടുന്നില്ല. താൻ എത്ര ബാല്യക്കാരനായിരുന്നാലും, താൻ എത്ര യോഗ്യനായ, എത്ര യോദ്ധാവായിരുന്നാലും, ഒരു യുദ്ധവീരൻ ദൈവമില്ലാത്ത യുദ്ധം, ദൈവവചനപ്രകാരമല്ലാത്ത യുദ്ധം, ആമേൻ ലോകത്തിൻ്റെ ആയുധം പിടിച്ചുകൊണ്ടുള്ള യുദ്ധം പരാജയപ്പെടുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഇന്ന് ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മററ്റം വരെ യുദ്ധമാണ്. ഹല്ലേലൂയ. ഭൂതലത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇസ്രായേലിയരുമുണ്ട്, ഇസ്മായേലിയരുമുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേലിയര് ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല, ഇവിടെയും ഉണ്ട്. ഇന്ത്യ രാജ്യത്തിലില്ലേ ഇസ്മായേലിയര്? ഇസ്മായേലിയർ എന്ന് പറഞ്ഞാൽ ആരാണ്? മുസ്ലിം വംശം. അവരുടെ അമ്മയുടെ പേരെന്തര്? എന്തോന്ന്? ഖാറിന്റെ മക്കളാണ് ഇസ്മായേലിയർ. ആമേൻ. അത് വാഗ്ദത്ത സന്തതികളാണ്. എന്നാൽ വാഗ്ദത്ത സന്തതിയിലെ ജഡസന്തതികളാണ് ഇസ്മായേലിയർ. എന്നാൽ വാഗ്ദത്ത സന്തതികൾ ആരാണ്? ഇസ്രായേലിയർ. ആമേൻ ആമേൻ ഹല്ലേലൂയ. ആമേൻ. സാറയുടെ സന്തതിയാണ്. സാറയുടെ സന്തതി വാഗ്ദത്ത സന്തതി. ഖാഗറിന്റെ സന്തതി ആമേൻ ഇസ്മായേലിയര്. ഹല്ലേലൂയ. ജഡപ്രകാരമുള്ള സന്തതി, ജഡത്തിന്റെ ആമേൻ ഇരുവരെ ചേർന്ന് നമ്മൾ യുദ്ധം നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ 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 ഹല്ലേലൂയ. ഇന്ന് ആമേൻ ജഡത്തിന്റെ സന്തതി യുദ്ധം പ്രഖ്യാപിച്ചിട്ട് ഹല്ലേലൂയ ആമേൻ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ. വിശുദ്ധ യുദ്ധം എന്ന് പറയുന്നത് ദൈവവചന പ്രകാരമുള്ളതാണ്. വിശുദ്ധ യുദ്ധം ചെയ്ത് ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ജഡസന്തതി ഇസ്മായേലിയർ ഹല്ലേലൂയ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ചിട്ട് അശ്വബലത്തിൽ ആശ്രയിക്കുകയാണ്, ദൈവത്തിലല്ല. വിശുദ്ധ യുദ്ധം ചെയ്യേണ്ടത് ദൈവവചനം പിടിച്ചുകൊണ്ടാണ് കേട്ടോ. ദൈവവചനം പിടിച്ചിട്ടാണ് വിശുദ്ധ യുദ്ധം പ്രഖ്യാപിക്കേണ്ടത്. ദൈവവചനത്തിൽ ആശ്രയിക്കേണ്ടത്. ദൈവത്തിന്റെ വചനമാണ് ആയുധമാക്കി വയ്ക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അതിന് പകരം ഹല്ലേലൂയ വാളെടുത്ത് തന്റെ സഹോദര വിരോധമായ യുദ്ധത്തിൽ പോര് വിളിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തില് ആമേൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്താവിഷയം എന്ന് പറയുന്നത് ആമേൻ വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകും എന്നുള്ളതിനെ ആസ്പദമാക്കിക്കൊണ്ടാകുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തില് ചിന്തിപ്പാൻ ആഗ്രഹം. വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ല, കർത്താവ് പറഞ്ഞതാണ്. വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകും എന്ന് പറയുവാനിടയിൽ തീർന്നു. കർത്താവ് പറയാനിടയിൽ തീർന്നു. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ആമേൻ ദൈവത്തിന്റെ വാൾ, ലോകത്തിന്റെ വാൾ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ പ്രകാരം ലോകത്തിന്റെ വാൾ ആമേൻ ദൈവത്തിന്റെ വാൾ, ദൈവത്തിന്റെ വചനമാകുന്നു. ആമേൻ ആമേൻ നമ്മൾ ആമേൻ ശത്രുവിനോട് യുദ്ധം ചെയ്യേണ്ടത് ദൈവവചനം ഉപയോഗിച്ചാണ് യുദ്ധം ചെയ്യേണ്ടത്. നമ്മുടെ യുദ്ധം ആമേൻ കാഴ്ചയാലല്ല, വിശ്വാസത്തോടു കൂടെയാണ്. ദൈവവചനത്താലാണ് നമുക്കുണ്ടാകുന്ന യുദ്ധം നമുക്ക് നടക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ദൈവവചനം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം ആമേൻ ഹല്ലേലൂയ വചനത്തെക്കുറിച്ച് ഉപമിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ വചനം ആണ്, വചനം ഉപയോഗിച്ചാണ് യുദ്ധം ചെയ്യുന്നത്. എങ്ങനെ നമ്മൾ യുദ്ധം ചെയ്യും? പ്രൈസർ വചനം ഉപയോഗിച്ച് ആരെങ്കിലും കൊല്ലുവാൻ സാധിക്കുമോ? സാധിക്കും. പ്രൈസലോ. അവൻ വചനം വഹിച്ച്. എന്നാൽ നമ്മുടെ ദൈവം വചനം വഹിച്ചാണ് സകലം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ വചനം വഹിച്ചാണ് സകലത്തെയും ചലിപ്പിക്കുന്നത്. ഒരുവനെ മടക്കി വരുത്തുന്നതും ഒരുവനെ അയക്കുന്നതും ഒരുത്തനെ കൊല്ലുവാനും ജീവിപ്പിക്കുവാനും എല്ലാം വചനം വഹിച്ചാണ് ചെല്ലുന്നത്. സൂര്യനെ മടക്കി വരുത്തുന്നത്, ചന്ദ്രനെ മടക്കി അയക്കുന്നത്, തിരിച്ചു വരുത്തുന്നത്, അയക്കുന്നത് യുദ്ധത്തിന് എല്ലാം വചനപ്രകാരമാണ്. വചനം വഹിച്ചാണ് രോഗിയെ സൗഖ്യമാക്കുന്നത്. ആമേൻ ആമേൻ ആമേൻ. വ്യാധികളെ നിന്ന് ആത്മാക്കളെ വിടുവിക്കുന്നത് വചനം വഹിച്ചാണ്. ആമേൻ ഹല്ലേലൂയ. വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഹല്ലേലൂയ. ദൈവവചനം വായിക്കുമ്പോൾ
കാണുവാൻ കഴിയുന്നത്. ആമേൻ. ദൈവവചനത്തെ 11 തരത്തിൽ ഉപമിച്ചിരിക്കുന്നതായിട്ട് ദൈവത്തിന് കാണുവാൻ കഴിയുന്നു. ഒന്നാമത് പറയപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം ആമേൻ ഹല്ലേലൂയ ജലമെന്ന് ഉപമിച്ചിരിക്കുകയാണ്. രണ്ടാമത് കാണുവാൻ കഴിയും ആമേൻ ദൈവത്തിൻ്റെ വചനം പാലെന്ന് ഉപമിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയും. മൂന്നാമത് ഹല്ലേലൂയ മഴയെന്ന് ഉപമിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയും. നാലാമത് ദൈവത്തിൻ്റെ വചനം ഹിമമെന്ന് ഉപമിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. അഞ്ചാമത് തേനും തേൻകട്ട എന്ന് ഉപമിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. ആറാമത് ദീപമെന്ന് ഉപമിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. ഏഴാമത് പ്രകാശമെന്ന്, എട്ടാമത് കണ്ണാടി എന്ന്, ഒമ്പതാമത് തീയെന്ന്, 10, 11 ഹല്ലേലൂയ ചുറ്റികയെന്ന്. ഹല്ലേലൂയ എന്നൊക്കെ ദൈവജനത്തെ ഉപമിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ തരത്തിലും ശക്തിയേറിയതാണ് നമ്മുടെ ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ ആയുധങ്ങളെ നമ്മൾ കരം പിടിച്ചു വച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ജയം ഉറപ്പാണ് കേട്ടോ. ആമേ ഒരു ശത്രുവിനും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആമേ ദൈവജനത്തിൽ നമ്മൾ എന്ത് തിരിഞ്ഞ് നമ്മൾ ശരിയായ രീതിയിൽ നടക്കും അന്ന് മുതൽ നമുക്ക് രക്ഷയാണ്. ഒരു ശത്രുക്കും ഒരു പിശാചിനും ഒരു വൈരിക്കും നമ്മെ ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. ആമേൻ. ആമേൻ. നമ്മുടെ കർത്താവ് ആയതുകൊണ്ട് സകലത്തിന്മേലും കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സകലത്തിന്മേലും കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. അവൻ്റെ വചന സകലതും സാധ്യമാക്കുന്നു. എന്നാൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-13 വചനം വായിക്കുമ്പോൾ ദിവസം വായിച്ചാലും ആ വചനം എബ്രായർക്ക് എഴുതിയ ലേഖനം ആമേൻ 4-ാം അധ്യായം അതിൻ്റെ 12-13 വചനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-13 വചനങ്ങൾ അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ് തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിരിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാപങ്ങളെ വിവേചിക്കുന്നതും ആകുന്നു. ആമേൻ. 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 ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ആമേൻ ജീവനും ചൈതന്യമുള്ളതാണ്. ആമേൻ. ദൈവത്തിന്റെ വചനം ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്. ആമേൻ എന്ന് പറയുന്നത് ലോകപ്രകാരമുള്ള ഏത് തരത്തിലുള്ള ആയുധത്തെക്കാളും ആമേൻ ഏത് തരത്തിലുള്ള ആയുധങ്ങൾ, ഇന്ന് പലതരത്തിൽ ആയുധങ്ങളുണ്ട്, അതിനേക്കാളും മൂർച്ചയേറിയതാണ് ദൈവത്തിന്റെ വചനം. ആമേൻ. എല്ലാ സർവ്വമാകുന്ന ഭൂതലത്തിലുള്ള ആയുധത്തേക്കാൾ മൂർച്ചയേറിയതെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അത് ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും തുളച്ചു ചെല്ലുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതിന് പ്രത്യേകത ഉണ്ട്. ലോകത്തിന്റെ വാളിന്, സാത്താൻ പിടിച്ചിരിക്കുന്ന വാളിന്, ലോകക്കാർ പിടിച്ചിരിക്കുന്ന, രാജാക്കന്മാർ പിടിച്ചിരിക്കുന്ന വാളിന് മുറിവേൽപ്പിക്കാനും കൊല്ലുവാനും ഉപദ്രവിക്കുവാനും ഒക്കെ സാധിക്കത്തുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ വചനത്തിനാകുന്ന വാള് കൊണ്ട് ആമേൻ ഹല്ലേലൂയ പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും തുളച്ചു ചെല്ലുവാൻ കഴിവുള്ളതും ഹൃദയങ്ങളെയും ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുവാൻ കഴിവുള്ളതുമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവമാകുന്ന വചനം, ദൈവം തന്റെ വചനമായി തന്നെ വാളയച്ച് ആമേൻ പലരെയും രൂപാന്തരപ്പെടുന്നു. ചിലരെ മുറിച്ച് ആമേൻ എടുക്കും, ചിലവരെ ഹല്ലേലൂയ രൂപാന്തരം, അങ്ങനെ പലതര ഉപയോഗത്തിനായി ദൈവമാണ് കർത്താവ് വചനമാകുന്ന വാള് ഉപയോഗിക്കുന്നതായി കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. ആമേനും. ആയതുകൊണ്ട് ദൈവത്തിന്റെ വചനം സകലത്തിന്മേലും കഴിവുള്ളതാകുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ ദൈവത്തിന്റെ വചനമാകുന്ന വാള് ഹല്ലേലൂയ എല്ലാറ്റിനുപരി എല്ലാറ്റിനുമേലെ നിൽക്കുകയാണ്. ഈ വചനമാകുന്ന വാൾ കൊണ്ടാകുന്നു നമ്മൾ ശത്രുവിനോട് യുദ്ധം ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് വിരോധമായി പൊരുതുന്നവനോട് നമ്മൾ യുദ്ധം ചെയ്യേണ്ട ദൈവത്തിന്റെ വചനം ഉപയോഗിച്ചാണ്. ഹല്ലേലൂയ. അവനെ നമ്മൾ മാനസാന്തരത്തിലേക്ക് വരുത്തണം. ഒരുവൻ നമുക്ക് നേരെ പിച്ചാത്തി കുത്തിന് നിൽക്കുന്നുവെങ്കിൽ, വാളെടുത്തുകൊണ്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ബോംബറുകൾ ആമെ വർഷിച്ചു നിൽക്കുന്നുവെങ്കിൽ അവൻ്റെ നേരെ നമ്മൾ പ്രയോഗിക്കുന്ന ദൈവമാകുന്ന കർത്താവിന് നമുക്ക് നൽകിയിരിക്കുന്ന വാള്, ദൈവവചനം എന്ന വാള് ഉപയോഗിച്ചാണ് അവന് ശത്രുവിനോട് നമ്മൾ എതിർത്ത് നിൽക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ വചനമാകുന്ന വാള് ഉപയോഗിച്ച് ശത്രുവിനോട്
നിൽക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കും. അവൻ ശത്രു ആമേൻ എല്ലാ ആയുധവും പരാജയപ്പെട്ട് അവൻ്റെ ആയുധബലവും അശ്വബലവും കുതിരശക്തിയും എല്ലാം ആമേൻ ആമേൻ ബാലാധിക്യവും എല്ലാം കൊണ്ട് ഓടുവാനിടയിൽ തീരും. ഹല്ലേലൂയ. അല്ലാതെ ആമേൻ നമ്മുടെ ആമേൻ സ്തോത്രം ദൈവവചനം എന്ന വാൾ കൊണ്ട് ഹല്ലേലൂയ ആമേൻ പ്രകാരമാണ് നമ്മൾ ആമേൻ ദൈവം എന്ന വാൾ കൊണ്ടാകുന്നു നമ്മുടെ ദൈവം നമുക്ക് യുദ്ധമുള്ളത്. ഹല്ലേലൂയ. അല്ലാതെ ലോകക്കാർ ചെയ്യുന്നത് പോലെ ലോകക്കാരെന്താ ചെയ്യുന്നത്? ലോകക്കാര് ഇന്ന് ഇസ്രായേൽ യുദ്ധം നടക്കുന്നുവല്ലോ, അവിടെ എന്താ ചെയ്യുന്നത്? ഇരു കക്ഷികളും വാളെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഈ കാലഘട്ടത്തില് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ആമേൻ ഇസ്മായിലരാണ് ആദ്യം വാളെടുത്തത് കേട്ടോ. ആയുധം എടുത്തത് ആദ്യം എടുത്തത് അവരാണ്. അടുത്തവരെ നശിപ്പിക്കുക, ഇസ്രായേലിനെ നശിപ്പിക്കുക, അവിടെയുള്ളവരെ ബദ്ധന്മാരായി പിടിക്കുക, അവിടെയുള്ളവരെ വെടിവെച്ച് കൊല്ലുക, അവരെ നശിപ്പിക്കുക. ആമേൻ. എന്തിനെന്ന് ചോദിച്ചാൽ ആമേൻ സഹോദരനോടുള്ള പക. സഹോദരനെ ആമേൻ ഇസ്മായേലിൽ നോക്കുമ്പോൾ ഇസ്രായേലിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, ഇസ്രായേൽ ഉയർച്ച പ്രാപിച്ചിരിക്കുന്നു, ഇസ്രായേൽ ചെയ്യുന്നതൊക്കെ സാധ്യമാകുന്നു. അവനെ പരാജയപ്പെടുത്തണം. അവൻ്റെ ദൈവം സൈന്യങ്ങളുടെ യഹോവയായ കർത്താവാണ് അവൻ്റെ ദൈവം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവനെ പരാജയപ്പെടുത്തണം. ആമേൻ. ഇസ്മായേലിൽ കരുതുന്നത് ആമേൻ ഞങ്ങൾക്ക് അവൻ്റെ മേലെ ജയം ഉണ്ടാകണം. അവനല്ല മുൻപിൽ നിൽക്കേണ്ടത്, ഞങ്ങൾ മുൻപ് നിൽക്കണം. ഇസ്മായേലിയർ പറയുന്നു ഇസ്മായേലിയർ മുൻപ് നിൽക്കണം, ജഡസന്തതി മുൻപിൽ നിൽക്കണം, കാകറിന്റെ സന്തതി മുൻപിൽ നിൽക്കണം. ഇസ്രായേൽ പറയുന്നു വാഗ്ദത്ത സന്തതി മുൻപിൽ നിൽക്കണം. കർത്താവ് മുൻപിലാക്കി വെച്ചിരിക്കുന്നത് വാഗ്ദത്ത സന്തതിയാണ്. അവൻ ഇസ്രായേലിന് മുൻപിലാക്കി വെച്ചിരിക്കുന്നത് അവൻ ജഡസന്തതിയെ അവ ദാസിദാസന്മാരാക്കിയാണെന്ന് ബൈബിൾ ചരിത്രത്തിലാക്കി വെച്ചിരിക്കുന്നത്. അവര് ദാസിദാസന്മാരായിട്ടും ആമേൻ സഹോദരനെ മാനിച്ചും ഒക്കെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് നിൽക്കണം. അനുഗ്രഹം ഉണ്ടാവും, എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ സ്തോത്രം എന്നാകുന്നു ദൈവം. ആമേൻ. അല്ലാതെ ആമേൻ ആമേൻ നമുക്ക് ആർക്കും ആമേൻ നമ്മുടെ സഹോദരന് വിരോധമായി, സഹോദരിക്ക് അടുത്ത കുടുംബങ്ങൾക്ക് വിരോധമായി, അടുത്ത രാജ്യത്തിന് വിരോധമായി ആയുധമെടുത്ത് പോരാടുന്നത് അത് ശുഭമല്ല. അത് സാത്താൻ്റെ ആമേൻ പോരാട്ടമാണ്. സാത്താൻ അവൻ്റെ പുറകെ നിന്ന് ആമേൻ അശ്വത ബലവും ആയുധ ബലവും ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ബലമോ നമ്മുടെ ആയുധമോ ദൈവത്തിൽ നിന്നുള്ളതാകുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ഒരു ആത്മീകൻ ചിന്തിക്കേണ്ടത് എപ്രകെന്ന് പറയുന്നത് നമ്മളത് ആത്മാവിൽ പ്രത്യേകം തിരിച്ചറിയണം. അല്ലെങ്കിൽ ആത്മാവായ ദൈവം വചനപ്രകാരം എന്തു പറയുന്നത് നമ്മൾ അനുദിനം മനസ്സിലാക്കിയില്ലെങ്കിൽ അവനോട് കൂടെ നമ്മളും നശിച്ചു പോകാനിടയിൽ തീരും. ആമേൻ. വാഗ്ദത്ത സന്തതിക്ക് ശരിയെന്നെ നമ്മൾ ആയുധമെടുത്ത് പോരാടാൻ നിന്നാൽ ആമേൻ ജാതികൾ ആമേൻ വംശങ്ങൾ ഭാഷകൾ ഗോത്രങ്ങൾ നമുക്ക് നേരെ യുദ്ധം ചെയ്യാൻ ആമേൻ കൂട്ടം കൂടി വരുമ്പോൾ, അനേക രാജ്യങ്ങൾ കൂട്ടുപിടിച്ച് വരുമ്പോൾ നമ്മൾ അവൻ്റെ നേരെ ആയുധബലമായിട്ട് നിന്നാൽ നമുക്കും ജീവിതത്തിലും പരാജയം കടന്നു വരുവാനിടയിൽ തീരും. ഹല്ലേലൂയ. എന്നാൽ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 5-6 വചനം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ആമേൻ റോമർക്ക് എഴുതിയ ലേഖനം 8-5-6 വായിക്കുമ്പോൾ അവിടെ ജഡസ്വഭാവം ഉള്ളവരെ കുറിച്ചും ആത്മസ്വഭാവം ഉള്ളവരെ കുറിച്ചും പറയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ ജഡസ്വഭാവമുള്ളവർ ജഡത്തെ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിലുള്ളതും ചിന്തിക്കുന്നു. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ള ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവർ ആത്മീയമായി ചിന്തിക്കുന്നു. എന്നാൽ ആത്മീയ സ്വഭാവമുള്ളവർക്ക് മാത്രമേ ആമേൻ ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ളത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ആമേൻ. നമ്മളെല്ലാവരും ആത്മീയ ജഡപ്രകാരം ചിന്തിക്കാൻ തുടങ്ങിയാൽ, ജഡസ്വഭാവത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയ ജഡീകന്മാരോടുകൂടെ നമ്മൾ നശിച്ചുപോകാനിടയിൽ തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആത്മസ്വഭാവമുള്ളവരായിട്ട് തീരുവാൻ ദൈവമാകുന്ന കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവം ആത്മാവാകുന്നു. അവൻ്റെ ആത്മീയ വചനങ്ങളിൽ നമ്മൾ ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അവൻ്റെ ആയുധം എടുത്ത് നമ്മൾ പോരാട്ടത്തിന് നിൽക്കണമെന്നാണ് ദൈവവചനം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ മുൻനിർത്തി നമ്മൾ യുദ്ധത്തിന് നിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ആമേൻ സ്തോത്രം ആമേൻ എന്ന് ദൈവം കർത്താവ് ആഗ്രഹിക്കുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതൽ ചില വചനങ്ങൾ വായിക്കുമ്പോൾ ദിവസം വായിച്ചാട്ടെ. ആമേൻ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 10, 11, 12, 13, 14, 15, 16 ചില വചനങ്ങൾ 6-10 മുതലുള്ള ചില വചനങ്ങൾ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് പിശാച് പലതരത്തിൽ നമ്മളോട് പോരാടും. നമ്മുടെ ജീവിതത്തിൽ
നമ്മൾ പറയുന്നത് ഇപ്പം അവിടെയാണ് യുദ്ധമെന്ന്. നമ്മുടെ യുദ്ധത്തിൽ അനുദിന യുദ്ധമാണ്. നമ്മുടെ ലില്ലിയമ്മച്ചിയുടെ യുദ്ധത്തിൽ ശത്രു തങ്ങളുടെ മക്കളെ അപകരിച്ചുകളെന്നുള്ളൊരു മനോഭാരം അവരെ വേട്ടാടിക്കൊണ്ടിരിക്കുകയാണ്. ലോകപ്രകാരം ജീവിച്ചു പോകുന്നുള്ള ഒരു പ്രയാസം അവരുടെ ജീവിതത്തിൽ അനുദിനം വേട്ടയാടി എന്നും പറയാണ്. ദിവാസനെ ഒന്ന് എൻ്റെ തലമുറകൾ നശിച്ചു വന്ന് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയത്തില്ല, ഒന്ന് പ്രാർത്ഥിക്കണം അവരെ മാനസാന്തരത്തിന് മടങ്ങി വരുവാൻ വേണ്ടി. അവർ മക്കളെ ചൊല്ലി അനുദിനം സാത്താനുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. സാത്താനെ മാറിപ്പോ, സാത്താനെ മാറിപ്പോ, സാത്താനെ മാറിപ്പോ. അമ്മയുടെ കരച്ചിലതാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പിള്ളേരെ, എൻ്റെ കുഞ്ഞുങ്ങളെ നശിച്ചു പോകുന്നത് എനിക്കിഷ്ടമല്ല. അവർ ദൈവത്തിലേക്ക് മടങ്ങി വരണമെന്ന് അമ്മച്ചി എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുകയാണ്. അവരുടെ സങ്കടം അതാണ്. ഹല്ലേലൂയ. അതറിയുന്നൊരു ദൈവമുണ്ട്. അവരുടെ ഹൃദയങ്ങളിൽ രൂപാന്തരം നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. ഇവിടെ വായിച്ച വചനത്തിലേക്ക് മടങ്ങി വരാം. ഇവിടെ എന്താ വായിച്ച? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിനും ശക്തിപ്പെടുവേൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർക്കം. പിശാചിനോട് നമുക്ക് പോരാട്ടമുള്ളത് സാത്താനോടാണ്. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല, രാജ്യങ്ങളോടല്ല, വംശങ്ങളോടല്ല, ഭാഷകളോടല്ല. അടുത്തവൻ ഉയർന്നു നിൽക്കുന്ന ഉയർച്ച പ്രാപിച്ചിട്ട് ആ ഉയർച്ചയോടല്ല. നമുക്ക് യുദ്ധമുള്ളത് നമ്മോട് പോരാടും. നമ്മുടെ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുന്ന ഒരു പിശാച് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ അടുത്ത സഹോദരനെ പോലെ അനുഗ്രഹിച്ച് ഉയർത്തി വയ്ക്കേണ്ടതിന് പകരം നമ്മളെ പിശാച് പലപ്പോഴേ താഴ്ത്തി വെച്ചിരിക്കുകയാണ്. ആ താഴ്ചയിൽ നമ്മളെ താഴ്ത്തി കളയുന്ന പ്രവചന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ സാത്താനെ കുറിച്ച് പ്രകാരം കാണാൻ കഴിയും. എടുക്കേണ്ട ജാതികളെ താഴ്ത്തിയവളെ, അരുണോദയപുത്രനായ ശുക്ര, നീ നീ എങ്ങനെ വിട്ടേറ്റി വീണു? ദൈവനെ ഒരിക്കൽ വെട്ടി താഴെയിട്ടു. ദൈവത്തിന്റെ വചനമാകുന്ന വാളുകൊണ്ട് വെട്ടി അവൻ താഴെയിട്ടു. അരുണോദയപുത്രനായ ശുക്രനെ, സാത്താനെ വെട്ടി താഴെയിട്ടു. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന ദൂതനാണ്. ദൈവത്തിന്റെ വാളുകൊണ്ട് വെട്ടി. നമ്മളെല്ലാവരും കാണുന്നത് ലോകപ്രകാരമുള്ള ഒരു കത്തി കൊണ്ട് ദൈവം കുത്തി തള്ളിയിട്ടു എന്നാണ്. അങ്ങനെയല്ല. ദൈവത്തിന്റെ സർവായുധവർക്കം, ദൈവത്തിന്റെ വചനമാകുന്ന വാൾ, ദൈവത്തിന്റെ വാളാകുന്നു. ദൈവത്തിന്റെ വചനം ഭൂതലമൊക്കെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സർവാചരങ്ങളെയും സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാകുന്ന വാളുകൊണ്ടാണ്. അത് ശക്തിയുണ്ട്. ആ വചനത്തിന് അധികാരമുണ്ട്, പവറുണ്ട്, ബലമുണ്ട്. അയക്കുവാനും അടക്കി വരുത്തുവാനും ജയത്തിനും കുതിരയർത്ഥം ലോകത്തിലുള്ള വാളുകൾ, യോധനുള്ള ബലം, ബാലാധിക്യം. ഹല്ലേലൂയ. അത് ജയം പ്രാപിക്കുന്നില്ല, ദൈവമാകുന്നു. ഹല്ലേലൂയ പറയപ്പെടുന്നത് ദിവസം എന്ന് വായിച്ചാലും അതന്നെ വായിച്ചാലും ശക്തിപ്പെടുവേൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ദൈവത്തിന്റെ സർവായുധവർക്കം ധരിച്ചുകൊള്ളുവാൻ പറയാണ്. ദൈവത്തിന്റെ സർവായുധ നീതി, സമാധാനം, സന്തോഷം, ഇങ്ങനെ പലതരത്തിലുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മുറുകെ പിടിക്കണം. നീതിയായി നമ്മൾ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവവിശ്വാസത്തിൽ ജീവിക്കണം. ദൈവത്തെ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. നീതി. ഹല്ലേലൂയ. വായിച്ചാലും നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഭാഷകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. നമുക്ക് നേരെ യുദ്ധം ചെയ്യുന്ന സാത്താനോടാണ് നമുക്ക് യുദ്ധമുള്ളത്. അതിന് പകരം ഇന്ന് ലോകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്മായേലിലും ഇസ്രായേലിലും തമ്മിൽ യുദ്ധം നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. നമ്മുടെ നേരെ ആ യുദ്ധം നടക്കുകയാണ്. ഒട്ടും താമസിയാതെ ഇവിടേക്ക് വരും. അതല്ല, ഇസ്മായേലിൽ ഇവിടെ എല്ലാം ഉണ്ട്. കേരളത്തെ പിടിച്ചു കുടുക്കി അവരുടെ ഭാഗത്തേക്ക് ഒതുക്കിക്കൊണ്ടുപോകാൻ വേണ്ടി അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സംഘടിത ശക്തിയായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും മര്യാദയ്ക്ക് ജീവിച്ചാൽ അവർ കുറേ കാലം നമുക്ക് ജീവിക്കാൻ പറ്റും, സമാധാനപ്പെട്ട്. അല്ലെങ്കിൽ അല്ലാതെ അവന് ഇസ്മായേലിയർക്ക് മുൻസ്ഥാനം വേണം, അല്ലെങ്കിൽ അവർ മാത്രമേ ഇവിടെ ഭൂമിയിൽ പാടുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങിയാൽ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റാതെയാണ്. നമ്മൾക്ക് എല്ലാവർക്കും സമാധാനത്തോടുകൂടെ ദൈവജനത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല. അവിടെ ഇസ്രായേലിൽ എന്താ സംഭവിക്കുന്നത്? മനുഷ്യനോട് പോരാടുന്നു, തന്റെ സഹോദരനോട് പോരാടുന്നു, ആയുധമെടുത്ത് പോരാടുന്നു. ദൈവജന പ്രകാരമാണ് പറയുന്നത്. ദൈവജന പ്രകാരം നമ്മൾ പോരിനെ വിളിക്കണമെന്നാണ്. ഹല്ലേലൂയ. ആമേൻ. അടുത്തവരോട് നമ്മൾ പോരാടുകയല്ല, ജാതികളോട് പോരാടുകയല്ല, മതത്തോട് പോരുകയല്ല,
മനുഷ്യരോട് പോരാടുകയല്ല. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതല്ല പോരാട്ടം. ആമേൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരം. നമ്മുടെ അടുത്ത രാജ്യക്കാരൻ, അടുത്ത സ്റ്റേറ്റുകാരൻ, അടുത്ത ഭവനക്കാരൻ നമ്മുടെ സഹോദരനാണ്. സഹോദരനോട് യുദ്ധം ചെയ്യുവാൻ യാതൊരു അനുവാദം നമുക്കില്ല. ദൈവം അനുവദിച്ചിട്ടില്ല. നമ്മുടെ സമസഹോദരനാണ്. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ അവൻ്റെ അടുത്തവൻ്റെ നമ്മൾ ലോകത്തെക്കുറിച്ച് പറയുകയാണ്. നമ്മളെന്നല്ല, നമ്മളായാലും വേറൊരാളായിരുന്നാലും നമ്മുടെ സഹോദരനെ അവൻ്റെ ഉയർച്ച കണ്ടിട്ട് അവനെ പകച്ചിട്ട് അവനെ നമ്മൾ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ എന്തോ ചെയ്താൽ അവൻ ചിന്തുന്ന രക്തത്തിന് ഹല്ലേലൂയ വാൾ കൊണ്ട്, ലോകത്തിന്റെ വാളെടുത്ത് നമ്മൾ കൊന്നാൽ ദൈവം പകരം ചോദിക്കും. സകലരോടും ചോദിക്കും, മനുഷ്യനോടും മൃഗത്തോടും എല്ലാം ചോദിക്കും. അവൻ പകരം ചോദിക്കും. ഹല്ലേലൂയ. ദൈവം പറയുന്നു, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കുമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 27 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് അബ്രഹാമിൻ്റെ പുത്രനാകുന്ന, ഹല്ലേലൂയ, ഇസഹാക്കിൻ്റെ പുത്രനാകുന്ന, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഇസഹാക്കിൻ്റെ പുത്രനാകുന്ന ഏശാവ് യാക്കോബിനെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. കരവർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 27:39-40 വചനങ്ങളാണ്. അബ്രഹാമിന്റെ പുത്രനായ ഇസഹാക്കിന്റെ പുത്രനായ ആമേൻ ഏശാവ് യാക്കോബ്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഹല്ലേലൂയ ആമേൻ ആമേൻ യാക്കോബിന്റെ അപ്പനാകുന്ന ഇസഹാക്ക്, ആമേൻ, ഒന്നാമത് ഇസഹാക്ക് യാക്കോബിനെ തൻ്റെ 2 പുത്രന്മാരിൽ ഏശാവ് യാക്കോബ് രണ്ടുപേരിലും യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആമേൻ തൻ്റെ പുത്രനാകുന്ന ഏശാവ്, നമുക്ക് ചരിത്രമല്ല അറിയാം, അതിൻ്റെ ചില ആമേൻ പോയിന്റുകൾ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ആമേൻ വചനത്തെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒന്നാമത് ആമേൻ ഹല്ലേലൂയ ഇസഹാക്ക് ഒന്നാമത് അനുഗ്രഹിച്ച ആരെയാണ്? യാക്കോബിനെ അനുഗ്രഹിച്ചു. രണ്ടാമത് ഹല്ലേലൂയ ഇസഹാക്കിനെ ഏശാവിനെ അനുഗ്രഹിക്കാൻ വിളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഏശാവിനെ രണ്ടാമത് അനുഗ്രഹിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഏശാവിനോട് പറഞ്ഞത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് ദിവസം ഒന്ന് വായിച്ചാലും വായിക്കണ്ട. ഒന്നാമത് ആമേൻ ഇളയ പുത്രനെ അനുഗ്രഹിച്ചു. രണ്ടാമത് പുത്രനെ അനുഗ്രഹിച്ചു. ആമേൻ. ഒന്നാമത്തെ ആദ്യം വന്ന പുത്രനെ, ആ പുത്രനാകുന്നു ഏറ്റവും അനുഗ്രഹം. ആമേൻ. അപ്പൻ്റെ അനുഗ്രഹമൊക്കെയും ആമേൻ കൈവശപ്പെടുത്താനിടയിൽ തീർന്നു. ആ യാക്കോബിൻ്റെ ആമേൻ യാക്കോബാണ് ഇന്നത്തെ ഇസ്രായേൽ. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ആമേൻ യാക്കോബാണ് ഇസ്രായേൽ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഏശാവിൻ്റെ വംശപാരമ്പര്യമാണ് ഇസ്മായേലര്. ഏശാവ് ഇസ്മായേൽ സ്ത്രീകളെയാണ് വിവാഹം കഴിച്ച് അവരോട് കൂടി തന്നെ ചേരുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏശാവ്. എന്നാൽ ഏശാവിനോട് പറയുന്ന കാര്യം 27:39-40 വചനം ഒന്ന് വായിച്ചാലും. ഉൽപ്പത്തി പുസ്തകം 27. എന്നാല് അവന്റെ അപ്പനായ ഇസഹാക്ക് ഉത്തരമായിട്ട് അവനോട് പറഞ്ഞത്, നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെ. നിന്റെ വാസം, ആമേൻ, രണ്ടാമത്തെ പുത്രനായ ആമേൻ ഏശാവിനോട് പറഞ്ഞ കാര്യം ഇതാവുന്നു. നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും മീതെ ആകാശത്തിലെ മഞ്ഞ് കൂടാതെയും ഇരിക്കും. നിന്റെ വാൾ കൊണ്ട് നീ ഉപജീവിക്കും. നിന്റെ സഹോദരനെ നീ സേവിക്കും. നിന്റെ കെട്ടഴിഞ്ഞു പോകുമ്പോൾ അവന്റെ ദുഃഖം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. മതി. സ്തോത്രം. അവിടെ പറയപ്പെടുന്നത് ഒന്നാമത് പറഞ്ഞെന്താണ്? നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും ആകാശത്തിലെ മഞ്ഞിന്റെ ഇരിക്കും. ഭൂമിയുടെ പുഷ്ടിയും ആമേൻ മഞ്ഞിന്റെ പുഷ്ടിയും ആമേൻ യാക്കോബിന് കൊടുത്തു കളഞ്ഞു. ആമേൻ. ഇനിയുള്ളത് എന്ന് പറഞ്ഞാൽ നിന്റെ അനുഗ്രഹം, നിന്റെ പുഷ്ടി ആകാശത്തിന്റെ മഞ്ഞ് കൂടാതെയും ഭൂമിയുടെ അനുഭവം കൂടാതെ ഇരിക്കും. ആമേൻ. ഹല്ലേലൂയ. നിന്റെ വാളുകൊണ്ട് നീ ജീവിക്കും. ദൈവക്കളും ശ്രദ്ധിക്കണമേ, നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും. ദൈവം പറയണേ. ആമേൻ. ഏശാവിനോട് പറയുന്ന കാര്യമാണ്. ആമേൻ. ഇസ്മായേലോട് പറയുന്ന കാര്യമാണ്. നിന്റെ വാൾ കൊണ്ട് നീ ഉപജീവനം ചെയ്യും. എന്താകുന്നു വാള്? ഏതാകുന്നു വാള്? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമാകുന്ന
ദൈവത്തിൻ്റെ ദൈവിക അനുഗ്രഹങ്ങളെയാണ് തലമുറകൾക്ക് പകരുന്നത്. ദൈവികത്തിൻ്റെ വാള്, ദൈവത്തിൻ്റെ വാള് കൊണ്ട്, വചനമാകുന്ന വാള് കൊണ്ട് നീ ഉപജീവിക്കും. ഇന്ന് ഇസ്മായേലര് ഏത് വാള് കൊണ്ടാണ് ഉപജീവിക്കുന്നത്? ഹല്ലേലൂയ. സാത്താൻ്റെ വാൾ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സാത്താന് വേണ്ടി പോരാടുകയാണ്. ഹല്ലേലൂയ. സ്വതന്ത്ര ദൈവത്തിൻ്റെ വചനമാകുന്ന വാള് കൊണ്ട് ഇസ്മായേലര്, മുസ്ലിമുകൾ അവർ വലിയ ഭക്തന്മാരായിട്ടാണ് ലോകത്തിൽ ജീവിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ ജീവിതത്തിലും അത്രത്തോളം പ്രാർത്ഥനകളില്ല. ഒരു ദിവസം എത്ര പ്രാർത്ഥന എന്നാണ് അവർക്കുള്ളത്. അല്ലെങ്കിൽ വലിയ ഭക്തന്മാർ, അവർ വചനപ്രകാരം അവർ ജീവിക്കണമെന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വചനവിരുദ്ധമായിട്ടാണ് അവർ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമാകുന്ന വാളെടുത്താണ് അവർ, വാൾ കൊണ്ട് നീ ഉപജീവിക്കും. ഹല്ലേലൂയ. ഭൂമിയുടെ പുഷ്ടിയൊന്നും അവർ കൊടുത്തിട്ടില്ല. അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പുഷ്ടിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാവുന്ന മക്കളെ, അവർക്ക് കൊടുത്തിരിക്കുന്ന അവരുടെ അമ്മയുടെ പേരാണ് ഹല്ലേലൂയ കാഗർ. കാഗറിന് കൊടുത്തിരിക്കുന്ന ഒരു നിക്ഷേപമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. കാഗറിന് ദൈവം കൊടുത്തൊരു വലിയ നിക്ഷേപമുണ്ട്, അനുഗ്രഹമുണ്ട്. എന്തെന്ന് നിങ്ങൾക്ക് അറിയാമോ? ദൈവക്കളെ, എണ്ണ സമ്പത്ത് ഭൂമിയുടെ അകത്ത് നിക്ഷേപിച്ചു വെച്ചേക്കാണ്. വലിയൊരു എണ്ണപ്പാടകൾ അവന് ദൈവം അനുഗ്രഹമായി കൊടുത്തു. അത് കോരിയെടുത്ത് വിറ്റ് തിന്ന് പൊടിച്ച് പൊളച്ച് ആട്ടിറച്ചിയും മാട്ടിറച്ചിയും എല്ലാം തിന്ന് കൊഴുപ്പ് കയറിയപ്പോൾ അടുത്തവൻ്റെ പുറത്ത് കയറുകയാണ്. ഹല്ലേലൂയ. തിന്ന് പൊളച്ചെന്നും കൊണ്ട് അടുത്തവന് വേണ്ടി, അടുത്ത സഹോദരനെ ഉയർച്ച പ്രാപിക്കുന്ന അവന് കായികമായും ദൈവികമായും അധ്വാനിച്ച് മുന്നേറുന്നത് കാണുവാനല്ല കണ്ണവർക്കില്ല. അത് എങ്ങനെയെങ്കിലും അവനെ തുരങ്കം വെച്ച് അവനെ തള്ളിയിടണം. ജാതികളെ, വംശങ്ങളെ, ഭാഷകളെ, ഗോത്രങ്ങളെ കൂട്ടം പിടിച്ച് അവർ യുദ്ധത്തിൽ നിൽക്കുകയാണ്. ദൈവം പറഞ്ഞ എന്താണ്? നിന്റെ വചനം കൊണ്ട് നീ ജീവിക്കുന്നു. ദൈവം പറഞ്ഞത്. പക്ഷെ വചനവിരുദ്ധമായിട്ട് ഇന്ന് അവർ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ചു നിൽക്കുകയാണ്. വിശുദ്ധ യുദ്ധം ആയിരിക്കും. ദൈവജന പ്രകാരം അവർ വിശുദ്ധ യുദ്ധം ചെയ്യേണ്ടത്. ദൈവജന പ്രകാരമാണ് സാത്താനോട് തങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നതിന് വിരോധം പോരാടേണ്ടത്. അതിന് പകരം ആയുധബലം, അശ്വതബലം, മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ബങ്കർ മിസൈലുകൾ, എല്ലാ തരത്തിലുള്ള ആണവായുധങ്ങളും എടുത്ത് സംഹാര താണ്ഡവം കൊണ്ടാടുകയാണ്. ഹല്ലേലൂയ. ലോകം നാശത്തിന്റെ വക്കിലേക്കാണ്. അത് തിരിച്ചറിയാതെ പോകുകയാണെങ്കിൽ നമ്മളെല്ലാവരും നശിച്ചു പോകാനിടയിൽ തീരും. അതുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അങ്ങനെ അബ്രഹാമിന്റെ വംശപാരമ്പര്യം പുത്രന്മാരിങ്ങനെ പോരാടുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ പെട്രോളിയത്തിന്റെ പുഷ്ടി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എണ്ണ വരുന്നത് അവൻ്റെ രാജ്യത്തിൽ നിന്നാണ്. എണ്ണഖനി ഉള്ളത് അവൻ്റെ രാജ്യത്തിൽ നിന്നാണ്. ഇറാഖ് ആ രാജ്യങ്ങൾ, ഗൾഫ് നാടുകളിൽ നിന്നാണ്. അവർക്ക് അധ്വാനിക്കാതെ ദൈവം അവർക്ക് നിക്ഷേപമായി ഇട്ടുകൊടുത്ത ആ എണ്ണ കോരി വിറ്റ് അവർ ജീവിക്കുകയും. പ്രൈസ് ദി ലോർഡ്. എണ്ണയുടെ സമൃദ്ധി കയറി വന്നപ്പോൾ ദൈവത്തിൻ്റെ വചനമൊക്കെ അങ്ങ് നീങ്ങി. സാത്താനെ മുൻനിർത്തി. അവരെ ജീവിതത്തിൽ നോക്കിയാൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ഹല്ലേലൂയ അങ്ങനെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് അവർ സഹോദരന് വിരോധമായി ആയുധങ്ങൾ എടുത്ത് കുതിരപ്പയറ്റ് നടത്തുകയാണ്. ഹല്ലേലൂയ. ഇസ്മായേൽ ദൈവത്തിൻ്റെ വചനത്തിന് ഹല്ലേലൂയ വചനത്തെ തിരിച്ചറിയുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തെ ദൈവം പറയുന്നതിന് തിരിച്ചറിയുന്നില്ല. അവൻ ലൗകികമായിട്ട് ലോകപ്രകാരം സാത്താനെ ഓടുകൂടെ ചേർന്ന് നിന്ന് തൻ്റെ സഹോദരനുമായി നിൽക്കുന്ന യുദ്ധം ചെയ്യുന്നത് കാണുവാൻ കഴിയും. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 5:9-5-6 വചനം വായിക്കുമ്പോൾ പ്രകാരം കാണുവാൻ ചില വചനങ്ങളോട് വേഗത്തിൽ വായിച്ച് വിരാൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 5-6 വചനം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ചോദിക്കും. സകല മൃഗത്തോട് മനുഷ്യനോട്. അവിടെ പറയപ്പെടുന്നത് നമ്മള് യഹൂദന്മാരായിരുന്നാലും ഹല്ലേലൂയ ഇസ്മായിലിയരായിരുന്നാലും നമ്മൾ ആരെങ്കിലും ഒരുവനെ ദൈവവചന പ്രകാരം പറഞ്ഞ് മനസ്സിലാക്കേണ്ടതിന് പകരം, അവനെ രൂപാന്തരപ്പെടുത്തേണ്ടതിന് പകരം, അവനെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കുന്നതിന് പകരം വാളെടുത്ത് അവനെ കൊല്ലുകയാണെങ്കിൽ ദൈവം എല്ലാവരോടും ചോദിക്കും. ആരൊക്കെ അടുത്തവനെ ഉപദ്രവിക്കുന്നുവോ അവരോട് പകരം ചോദിക്കുമെന്നാണ്. ഹല്ലേലൂയ. 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 രക്തം ചിന്തുന്നവനോട് മറുപടി ചോദിക്കും. ദൈവത്തിൻ്റെ വലിയൊരു കൽപ്പനയാണ്. രക്തത്തോടുകൂടെ ഇതിന് രക്തം ദൈവത്തിൻ്റെ പ്രാണനാകുന്നു. പ്രാണനെ ചൊരിയുന്നവൻ അവനോട്
അതിനോട് പകരം ചോദിക്കുമെന്നാണ് ദൈവം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം പാദപ്പെടുന്നെങ്കിൽ നമുക്ക് ശരണപ്പെടാം. ഹല്ലേലൂയ. എന്നാൽ മത്തായി സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ആ വചനം കൂടി വായിച്ച് വേഗത്തിൽ വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവവചനത്തെ നമ്മൾ തിരിച്ചറിയുക, ലോകത്തെ തിരിച്ചറിയുക, ലോകത്തിൻ്റെ എതിർപ്പുകളെ തിരിച്ചറിയുക, ആമേൻ, ലോകത്തിൻ്റെ അക്രമങ്ങളെ തിരിച്ചറിയുക. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 26 ആമേൻ സ്തോത്രം 47 വായിച്ചാലും അവിടെ കാണുവാൻ കഴിയുന്നത് ലോകരക്ഷിതാവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് തൻ്റെ ശുശ്രൂഷയുടെ പരസ്യയോഗം അവൻ സംസാരിക്കുമ്പോൾ തന്നെ ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അവിടെ പറയപ്പെടുന്ന നമ്മുടെ കർത്താവാകുന്ന യേശു അവൻ സംസാരിക്കുമ്പോൾ തന്നെ വായിക്കാം. ആമേൻ. നമ്മുടെ കർത്താവ് എന്തിനാണ് ഈ ലോകത്തിൽ വന്നത്? പാപികളെ രക്ഷിപ്പാൻ, പാപത്തിലും ശാപത്തിൽ നിന്നും തന്റെ ജനത്തെ വിടിയിപ്പാനായി ലോകത്തിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവായ യേശു തൻ്റെ ശുശ്രൂഷയുടെ പര്യവസാനം താൻ പാപികൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുവാൻ വേണ്ടി കാൽവരിയുടെ കുലത്തളത്തിൽ ഏൽപ്പിക്കുവാനുള്ള സമയമായി അവൻ ഗെത്സമന തോട്ടത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ പിടിപ്പാൻ വേണ്ടി ആമേൻ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ലോകത്തിൻ്റെ പ്രഭുക്കൻ, രാജ്യ അധിപതികൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആമേൻ 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 ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ പടയാളികൾ ഹല്ലേലൂയ ആമേൻ കയറി വന്നു. യേശുവിനെ പിടിപ്പാനിടയിൽ തീർന്നു. യേശുവിനെ പിടിച്ച സമയത്ത് ഹല്ലേലൂയ ആമേൻ യേശുവിനോട് കൂടെ ഉള്ള ശിഷ്യൻ ആകുന്ന പത്രോസ് വാളെടുത്ത് ആമേൻ പടയാളിയുടെ ചെവി അറുപ്പാനിടയിൽ തീർന്നു. അവന് വെട്ടുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അവനൊന്ന് വായിച്ചാൽ ദേവാസി. സംസാരിക്കുമ്പോൾ തന്നെ 12 യേശുവിന്റെ ശിഷ്യന്മാരിൽ 12 ഒരുവനായ യൂദയും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും എല്ലാവരും വന്ന് മതി. അതിന്റെ 51 മുതൽ വായിച്ച 51, 52 വചനം മാത്രം വായിച്ചാൽ മതി. അപ്പോൾ യേശുവിനോട് കൂടെ ഉള്ളവരിൽ ഒരുവൻ കൈനീട്ടി വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ കാതറുത്തു. ആമേൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മതി. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പം നമുക്ക് നേരെ ഒരു പടക്കൂട്ട കയറി വന്നപ്പോൾ ആമേൻ യേശുവിന്റെ ശിഷ്യന്മാര് ഹല്ലേലൂയ ഒരുവനാകുന്നവൻ ആമേൻ വാളെടുത്ത് ആമേൻ ആമേൻ ശത്രുവിനെ വെട്ടി. അപ്പോൾ യേശു പറഞ്ഞു നിർത്തു എന്ന് പറഞ്ഞു. മതി വെട്ടിയത് മതി. ഹല്ലേലൂയ. നിർത്തു. ആമേൻ. നിന്റെ യുദ്ധം നിർത്തു. ഹല്ലേലൂയ. ആമേൻ. യേശു പറഞ്ഞത് തുടർന്ന് വായിച്ചാലും വായിച്ചാൽ നിർത്ത് അവസാനിക്കുക. പ്രൈസ് ദി ലോർഡ്. യേശു അവനോട് വാൾ ഉറയിലിടുക. ലോകം വാൾ ഉറയിലിടണം, ഇട്ടില്ലെങ്കിൽ നശിച്ചു പോകും. വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകും. മതി. സ്തോത്രം എന്ന് കർത്താവ് പറയേണ്ടേ തീർന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വചനപ്രകാരം നമ്മൾ ജീവിക്കണം. കർത്താവിന്റെ വചനപ്രകാരമാണ് നമുക്ക് യുദ്ധമുള്ളത്. ആമേൻ. നമ്മുടെ യുദ്ധം ആമേൻ ഹല്ലേലൂയ ലോകത്തിന്റെ ആയുധം കൊണ്ടല്ല, അശ്വബലം കൊണ്ടല്ല, കുതിരശക്തി കൊണ്ടല്ല, പാലാധിക്യം കൊണ്ടല്ല നമ്മൾ രക്ഷപ്പെടൂല. ഹല്ലേലൂയ. ആരായിരുന്നാലും ഇസ്മായേലി സഹോദരങ്ങളായിരുന്നാലും ഇസ്രായേൽ സഹോദരന്മാരായിരുന്നാലും എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ്. അബ്രഹാമിന്റെ പുത്രന്മാരാണ് ഇസ്മായേലരും ഇസ്രായേലരും. ഓരോരുത്തരും ആമേൻ ആത്മീയ ഇസ്രായേലരാണ്. നമ്മൾ ഈ നാളുകളിൽ പ്രാർത്ഥിക്കണം. ആമേൻ. യുദ്ധശ്രുതിയും ഒക്കെ മാറിപ്പോകുവാൻ, യുദ്ധാരംഭം മാറിപ്പോകുവാൻ. യുദ്ധം മാത്രമല്ല കർത്താവിന്റെ വരവെങ്കിൽ ആമേൻ കർത്താവ് പറഞ്ഞ അടയാളങ്ങളുടെ ഒരു സൂചനയാണ് യുദ്ധങ്ങൾ. മാത്രവുമല്ല മറ്റൊരു ഭാഗത്ത് ഭൂകമ്പം മേന്മോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ആമേൻ ഭൂമികുലുക്കം ഉണ്ടായി. ആമേൻ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഹല്ലേലൂയ ഇന്നലകളിൽ ആമേൻ ഡൽഹിയുടെ അപ്പം അങ്ങോട്ടുള്ള പ്രദേശങ്ങളിൽ അഫ്ഗാനിസ്ഥാനിൽ ആമേൻ ഹല്ലേലൂയ ഭൂമികുലുക്കം ഉണ്ടായി. ആ ഡൽഹി ഒരു പ്രകമ്പനം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ജാതിയോട് വംശത്തോട് ഭാഷയോട് എതിർക്കുന്ന നാളുകളാണ്. നാളുകളിൽ നമുക്ക് ഒരുങ്ങാൻ ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മുടെ സഹോദരന്മാരോട് പറയാം, നിന്റെ യുദ്ധം ഇപ്രകാരമുള്ള വാളെടുത്തുകൊണ്ടല്ല യുദ്ധം. നമ്മൾ ആമേൻ സർവായുധ വർഗം, ദൈവത്തിൻ്റെ സർവായുധ വർഗം വചനമാകത്തിലൂടെ ഉള്ള വചനപ്രകാരം പറയുന്ന സർവായുധ വർഗം ഓർത്ത് നമുക്ക് പോരാടാം. ഹല്ലേലൂയ. യേശുവേ ഞങ്ങളുടെ സഭയെ അങ്ങയുടെ കരുത്തിൽ തരുന്നോപ്പ. ഞങ്ങളുടെ അമ്മമേൻ ഈ സന്ദേശം കേട്ട മുഴുവൻ മക്കളെയും അങ്ങ് സൂക്ഷിച്ചാലും ആമേൻ യുദ്ധവും യുദ്ധശ്രുതിയും ഞങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജാതിയോടും വംശത്തോടും എതിർക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകുന്നുവല്ലോ. അപ്പം മഹാമാരി ഉണ്ടാകുന്നു.
യേശുവേ, ഇത് കാണുമ്പോൾ ആമേൻ അങ്ങയുടെ വരവാതിൽക്കലായിരിക്കും ഞങ്ങൾ അറിയുമ്പോൾ ഞങ്ങളെ ഒരുക്കണം കർത്താവേ. അനുദിനം ഞങ്ങളെ ഒരുക്കണം, അനുദിനം ഞങ്ങളോട് സംസാരിക്കണമേ, അനുദിനം ഞങ്ങളോട് ഇടപെടണമേ കർത്താവേ. അങ്ങനെ കരുതൽ തരണം. ആമേൻ. വരുന്ന നാളുകളിൽ എൻ്റെ മക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചു കൊള്ളണമേ. എല്ലാ അപതനത്തിൽ നിന്ന് വിടിവിക്കുന്ന രോഗത്തിൽ നിന്ന് ഭാരത്തിൽ നിന്ന് മുഴുവൻ അങ്ങയുടെ മക്കളെ കാവൽ ചെയ്യണമേ എന്ന് പിതാവിൻ്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് ഒത്തിരിയിടണപ്പാ. ഒരു യുദ്ധവും ഞങ്ങളെ ഇന്ത്യ ഭാരതത്തിൽ അടുക്കുവാനിടവരരുതേപ്പാ. ഈ ചൈനക്കാരൻ ആമേൻ പലപ്പോഴായി ഞങ്ങളോട് വെല്ലുവിളിക്കുന്നു, ഇന്ത്യ മഹാരാജ്യത്തോട് വെല്ലുവിളിക്കുന്നത്. ആ യുദ്ധം വന്നാൽ നമ്മൾക്കൊക്കെ നമ്മൾ നശിച്ചു പോകും. അവൻ്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ അശ്വബലം വലിയ പരിശുദ്ധമല്ലോ. എങ്കിലും നമ്മുടെ ആയുധം സർവായുധ വർഗമാണ്. ദൈവത്തിൻ്റെ ആയുധം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതേ ദൈവത്തിലെ നമുക്ക് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ.